അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് ന്യൂസ് കണ്ടത്. അമ്മയും വളരെ അഭിമാനിക്കുന്നു. അമ്മയും ഇതിലൊരു ആശ്വാസം കണ്ടെത്തുന്നു. അതങ്ങനെയാണല്ലോ, ആർക്കാ താങ്ങാൻ പറ്റുക. എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടി. ഞാൻ അമ്മയുടെ മുമ്പിൽ പറയാതെ 2 ദിവസം ബുധനാഴ്ച രാത്രി 7:45 ഇവിടെ എത്തണ വരെ ഞാൻ അമ്മയും അച്ഛനെയും മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എനിക്കത് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അതിനൊപ്പം നിന്നവരാണ് മുസാഫിറും. അവർക്കും എന്നും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് ന്യൂസ് കണ്ടത്. അമ്മയും വളരെ അഭിമാനിക്കുന്നു. അമ്മയും ഇതിലൊരു ആശ്വാസം കണ്ടെത്തുന്നു. നമുക്കറിയായിരുന്നു ഇതുണ്ടാവുമെന്ന്. അതിന്ന് നടന്നതും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓപ്പറേഷൻ്റെ പേരും എല്ലാം അമ്മയ്ക്ക് ഒരു ആശ്വാസം നൽകുന്നു. നഷ്ടം എപ്പോഴും ഒരു നഷ്ടമാണ്. അത് ഇതൊന്നും കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഹസ്ബൻഡിനെയും കിട്ടില്ല. Nobody can compensate it, but it's a kind of relief. ആശ്വാസമായിരുന്നു ഈ ഒരു വാർത്ത. അപ്പോൾ നമ്മളെല്ലാവരും ന്യൂസിൽ നോക്കി കാണുമായിരുന്നു. കുറച്ച് ദിവസമായല്ലോ ഇതെന്നാന്നുള്ളത്. അപ്പം ഇന്ന് രാവിലെ ഇത് കേട്ടോണായിരുന്നപ്പോൾ ഒരു ആശ്വാസം. കുടുംബാംഗങ്ങളുടെ നിലപാട് എന്താണ്? അവർക്കും ആശ്വാസമുണ്ട് ഈ വാർത്തയിൽ. നമുക്കിത് നികത്താൻ പറ്റാത്ത ഒരു ലോസാണ്. ആ ലോസ് എപ്പോഴും ഉണ്ടാവും, അച്ഛനില്ല എന്നുള്ളത്. പക്ഷെ ഈ ഒരു തിരിച്ചടിയിൽ എല്ലാവരും ഒരു ആശ്വാസം കണ്ടെത്തുന്നു. കുടുംബാംഗങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഈ സിന്ദൂരം എന്നുള്ള ഒരു നാമം ഈ ഓപ്പറേഷൻ നൽകിയിരിക്കുകയാണ്. ഇത് എത്രമാത്രം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? ഇതിനേക്കാളും നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഒരു പേര് ഇനി ഓപ്പറേഷന് നൽകാനില്ല. കാരണം സ്ത്രീകളെ മാത്രം ഒഴിവാക്കുകയും സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഇത് നടക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അമ്മ കണ്ടില്ല, പക്ഷെ അത് ഞാൻ കണ്ടു. അമ്മയ്ക്ക് അമ്മയുടെ ഹസ്ബൻഡാണ്, പാർട്ട്ണറിനെയാണ്, ലൈഫ് ലോങ് ഉള്ള പാർട്ട്ണറിനെയാണ് നഷ്ടപ്പെട്ടത്. അതിങ്ങനെ ഒരു രീതിയിൽ നഷ്ടപ്പെടുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അമ്മയ്ക്കും അതൊരു ആശ്വാസമാണ്. ആ ഒരു പേര് അമ്മയും പറയുകയുണ്ടായി, ഇതിലും ആപ്റ്റായിട്ടുള്ള പേര് ആരാണാവോ നൽകി അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയതിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് എന്താണ് പറയാനുള്ളത്? വളരെയധികം നന്ദിയുണ്ട്. ആൻഡ് ഈ ഒരു നിമിഷവും ഓരോ നിമിഷവും ഐ എം ബീങ് വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ആക്ട് ചെയ്യണതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. സോ റിയലി താങ്ക്ഫുൾ. ആൻഡ് ഇത് ചെയ്ത എല്ലാവർക്കും, മോദിജി, അമിത്ഷാജി, ഗവൺമെൻറ്, ആം ഫോഴ്സസ്, ഇതിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ശക്തിയും ഇതിനെ തിരിച്ചടിക്കാനുള്ള, ഇനിയും ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ശക്തിയും അവർക്ക് ഉണ്ടാവട്ടെ. നമ്മളുടെ എതിരാളികൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുക, എന്നാൽ മാത്രമേ അവർ പിൻവാങ്ങുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ പിൻവാങ്ങാൻ സാധ്യതയുള്ളൂ. അതിനെക്കുറിച്ച് എന്താ പറയാം? അല്ല, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇനിയും ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പായാലും ഈ ഒരു പേടി വേണം. അതായത് ഇന്ത്യ തിരിച്ചടിക്കും, ഇങ്ങനെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളൊരു പേടി അവർക്കും വേണം. കാരണം അവർ വന്ന് ഇന്നസെൻ്റായ ടൂറിസ്റ്റിനെയാണ് അറ്റാക്ക് ചെയ്ത് പോയത്. വൈൽ ഇന്ത്യ ചെയ്തത് ഈ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് ഈ 9 കേന്ദ്രങ്ങളെ മാത്രം അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾസ്, ഇതാണ് ഞങ്ങളുടെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ കവേർഡായിട്ട് ബിഹേവ് ചെയ്താൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കും. അത് ഈ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് ഇംഗ്ലീഷ് എന്ന് പറയും. ഇംഗ്ലീഷ് action taken on the 9 camps. Yeah, India focused on the 9 camps in Pakistan, and all were demolished. So this is a reply by the Indians that when you guys are focusing on the innocent people or any army people in India, India is focusing on the terrorist camp and not attacking any innocent people there. So this is the values and principles of India, and it will be followed by the government. So India is with you? I am with India. I am an Indian. I am a proud Indian. Jai Hind. Thank you. Subscribe to One India and never miss an update.